ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റാസി സോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല കണ്ടില്ലേ? നമ്മളെന്നുള്ളത് വയനാട്ടിലെ ഏറ്റവും അടിപൊളി ക്ലൈമറ്റ് കിട്ടുന്ന വന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ പോകാത്തൊരു സ്ഥലമാണ് തൊള്ളായിരം കണ്ടി. തൊള്ളായിരം കണ്ടിയിലുള്ള നമ്മളൊക്കെ നൊസ്റ്റാൾജിയിലേക്ക് തള്ളിവിടുന്ന പോലെ തന്നെയുള്ള പേര് പോലെ തന്നെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത്. നൊസ്റ്റാൾജി ഒരു ക്യാമ്പിംഗ് സൈറ്റ് പ്ലസ് ഒരു ബംഗ്ലാവ് ഉള്ള പ്രോപ്പർട്ടിയാണ്. സ്വിമ്മിംഗ് പൂൾ, നാച്ചുറൽ വാട്ടർ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ ഔട്ട് സൈഡിലെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കി. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ബംഗ്ലാവ് ഉണ്ട്, അതേപോലെ തന്നെ ഡോർമെറ്ററി സംവിധാനമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഹെറിറ്റേജ് വില്ല എന്ന് പറയുന്നത് അത്യാവശ്യം പഴക്കമുള്ളതാണ്, പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടാണ് അവരിത് കൊടുക്കുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഈ ഹാളിൽ 2 ഡബിൾ ബെഡ് കോട്ടിട്ടുണ്ട്. ഇപ്പോൾ 4 പേരെ സുഖമായിട്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെയും ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമുണ്ട്, അവിടെ ഒരു 2 പേര് പോവാം. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു റൂമുണ്ട്, അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 3, മാക്സിമം ഒരു 4 മെമ്പേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാം. മാക്സിമം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 10 പേര് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ശരിയായ വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സിറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കട്ടൻ ചായക്ക് കുടിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള അരണമലേൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടുത്തെ ഡോർമെറ്ററി എന്ന് പറയുന്നത്. മാക്സിമം ഒരു 12 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡോർമെറ്ററിയാണ് ഇവിടെ ഉള്ളത്. ബെഡ്, പില്ലോ, ബ്ലാങ്കറ്റ് എല്ലാ സംവിധാനവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വിൻഡോ കൂടെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ളത് തന്നെയാണ്. ഗ്രൂപ്പ് ഗ്യാതറിങ്ങൊക്കെ പറ്റിയ സ്പോട്ട് കൂടെയാണ്. ഇനി ശരിയായ വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഡോർമെട്രീൻ്റെ മുകളിലായിട്ട് വരുന്നൊരു ബാൽക്കണിയാണ്. അതായത് നമുക്കൊരു ഗ്യാതറിങ് സ്പോട്ട്, ഒരു ബാൽക്കണി, ഒരു വ്യൂ പോയിന്റ് കാണാനൊക്കെ ഉള്ളൊരു സംവിധാനമായിട്ട് ഇവർ ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ കയറുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ നമ്മൾ കയറിയിട്ട് മേലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴുള്ള കാഴ്ചകളുണ്ടല്ലോ, വാവ്! അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഫുള്ള് ഫോറസ്റ്റ് സറൗണ്ടഡ് ആയിട്ടും അതേപോലെ തന്നെ ഫുള്ള് ഗ്രീനിഷ് ആയിട്ടൊരു ആംബിയൻസ് ആണ്. ഏറ്റവും വലുത് ഭയങ്കര പീസ്ഫുള്ളാണ് അവിടെ. മാത്രമല്ല ഇവിടെ നമുക്ക് പൂളൂടെ അവൈലബിൾ ആണ്. കാരണം നാച്ചുറൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള പൂളാണ്, ക്ലോറിനും കാര്യങ്ങളും ഇട്ടിട്ടൊന്നുമില്ല. ഇത് കൂടാതെ ഇവിടെ ഒരു നാച്ചുറൽ പോണ്ട് കൂടെ ഉണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് സ്വിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്വിങ്ങൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 150 റുപ്പീസൊക്കെ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. 150 അല്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ നിന്ന് ചെയ്യുമ്പോഴത് വേറെ തന്നെ ഒരു ഫീലാണ്. അടിപൊളിയാണ് കേട്ടോ സംഭവം. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് വയനാട് മേപ്പാടിയിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറി മെയിൻ റോഡിൽ നിന്നും ജീപ്പ് എടുത്ത് ഓഫ് റോഡ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് തൊള്ളായിരം കണ്ടി. അത് മാത്രമല്ല ഇവിടെ ഒട്ടനവധി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹെറിറ്റേജ് ആംബിയൻസ് ആണ്. പിന്നെ ഈ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നവർക്ക് എപ്പോഴും ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊള്ളായിരം കണ്ടി പോകണം, ജീപ്പ് വിളിക്കണം, കുട്ടികളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള പേടിയുടെയൊന്നും ആവശ്യമില്ല. നോർമലായിട്ട് ജീപ്പിൽ നിങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്താൽ ജീപ്പിൽ നിങ്ങളെ പിക്കപ്പ് ചെയ്ത് നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ ഫുഡിൻ്റെ സംവിധാനം, നിങ്ങളുടെ സ്റ്റേയുടെ സംവിധാനം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ട്രക്കിങ്, ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നത് കൊണ്ടുള്ളൊരു പേടിയിട്ടൊന്നും ആവശ്യമില്ല. പിന്നെ വയനാട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നല്ല അടിപൊളി പാക്കേജ് നമ്മൾ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു.